ഹലോ ഫ്രണ്ട്സ്, അഗെയിൻസ് വെൽക്കം ടു അപ്പോസ് വ്ലോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ്. നമുക്ക് പൈസ ചിലവില്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ഒഴിഞ്ഞ കോൾഗേറ്റിൻ്റെ കവറാണ്. സാധാരണ നമ്മൾ മലയാളികൾ ഇങ്ങനെ ഒഴിഞ്ഞ കോൾഗേറ്റിൻ്റെ കവറിനെ നെക്കി അതിൻ്റെ ഉൾവശത്തുള്ളത് മുഴുവനും എടുക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിലരൊക്കെ അത് കീറിയിട്ടുണ്ട്. ഇനി കീറൊന്നും വേണ്ട, അതിന് മുൻപ് ഇതുപോലെ ഒട്ടിപ്പിടിച്ച കവറിനെ ജസ്റ്റ് നമ്മളൊന്ന് വീർപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്ത് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വരും. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ കോൾഗേറ്റ് പറ്റി പിടിച്ചിട്ട് അതൊക്കെ നമുക്കിത് ഇതുപോലെ ഒരു വെള്ളമാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒഴിഞ്ഞിട്ട് നമ്മൾ കളയുന്ന കവറാണ് ഇതൊക്കെ കോൾഗേറ്റിൻ്റെത്. കോൾഗേറ്റ് നല്ല ഏത് പേസ്റ്റ് ആയാലും സാരമില്ല. പേസ്റ്റിൻ്റെ കവർ നമ്മൾ കഴുകിയിട്ട് ആ വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിങ് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള പല്ലി, പാറ്റ, ഉറുമ്പ് ഇതിനൊക്കെ ഓടിക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഈ കോൾഗേറ്റിൻ്റെയും വിനാഗിരിയുടെയും സ്മെല്ല് ഈ പല്ലി, പാറ്റ, ഉറുമ്പ് ഇതിനൊന്നും പിടിക്കൂല, ഈ സ്മെല്ല് ഒക്കത്തില്ല. അപ്പോൾ ആ ഒരു സ്മെല്ല് ഒക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇത് ഉറുമ്പിൻ്റെയും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കിച്ചൺ ടോപ്പിലും അതുപോലെ വാർഡ്രോബിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ, ഗ്യാസ് കുറ്റിയുടെ അടിയിൽ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഈ ഉറുമ്പൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ഉറുമ്പ് വരുമോ എന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കിച്ചൺ ടോപ്പിലൊക്കെ കുറച്ച് പഞ്ചസാര വിതറിയിട്ട് നോക്കിയാൽ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉറുമ്പൊന്നും ഇതിൻ്റെ പരിസരത്തേ വരില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉറുമ്പ് ശല്യമാണ് നമുക്ക് കൂടുതൽ. പിന്നെ ഒന്ന് പാറ്റയുടെ ശല്യം. നമ്മളിങ്ങനെ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത്, ഗ്യാസ് കുറ്റിയുടെ അടുത്ത്, ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉറുമ്പിനെ കാണപ്പെടുന്നത്. ഉറുമ്പ്, പല്ലി, പാറ്റയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഇങ്ങനെ നമ്മൾ നൈറ്റിലൊക്കെ കിടന്നിട്ട് രാവിലെ എണീറ്റ് വരുമ്പോഴൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ പാതിരാത്രിയൊക്കെ എണീറ്റ് വരുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ പാറ്റയൊക്കെ ഇറങ്ങി നടക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ വീടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പാറ്റയും പല്ലിയും ഉറുമ്പിനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്ന വീട്ടമ്മമാർക്കെന്ന് വെച്ചാൽ വീടിൻ്റെ പരിസരത്തുള്ള പുല്ലാണ്. ഇതുപോലെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ പുല്ല് കിളിർത്ത് വരുന്നു എന്നുള്ളത് നമ്മൾക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 100% എഫക്റ്റീവായിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ മിക്സിങ് ഉണ്ടാക്കിയതാണ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കൂടി തന്നെ ഞാൻ നിങ്ങൾക്ക് പുല്ലുണങ്ങിയത് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാത്ത ചെറിയൊരു പാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ സോപ്പ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണ് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് സോപ്പ് പൊടിയാണോ ഇടുന്നത് ആ ഒരു സോപ്പ് പൊടി, നിങ്ങൾക്ക് ഏതൊക്കെ സോപ്പ് പൊടിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സോപ്പ് പൊടി ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഈ സോപ്പ് പൊടിയിൽ അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് കല്ലുപ്പാണ്. അപ്പോൾ നിങ്ങൾ കല്ലുപ്പ് തന്നെ, പൊടിയുപ്പല്ല കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 2 കൈ നിറച്ചും കല്ലുപ്പും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ നമ്മുടെ ചുറ്റുപരിസരത്തൊക്കെ കുറേ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം നിങ്ങൾക്ക് ഓരോ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ട് നിൽക്കുന്നത്. ഇനി തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിത് സോപ്പ് പൊടിയും കല്ലുപ്പും വിനാഗിരിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നിറച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതൊരു ബോട്ടിലോട്ട് മാറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഉപ്പും സോപ്പ് പൊടിയൊക്കെ അലിഞ്ഞ് വരണം. അതുകൊണ്ടാണ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാ ഈ ഒരു ബോട്ടിലൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് അപ്പോൾ നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഇത് ആ ഒരു സാധനമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗണ്ണ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. സ്പ്രേ ഗണ്ണാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും കടയിൽ നിന്ന്. അതിനത്ര വലിയ എമൗണ്ടൊന്നും കൊടുക്കണ്ട, ചെറിയൊരു പൈസയുള്ളൂ. ഇനി നമുക്കിത് പുല്ലിൽ എങ്ങനെ ചെയ്യുന്നൊക്കെ ഞാനിപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ സ്പ്രേ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത ഭാഗത്തെ പുല്ല് ഉണങ്ങിയിട്ടും ചെയ്യാത്ത ഭാഗത്തെ പുല്ല് ഉണങ്ങാതെയും അതുപോലെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് സ്പ്രേ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കൂടെ നോക്കാൻ പറ്റും. ഇതിപ്പം കുറേ സ്ഥലങ്ങളിലുള്ള പച്ച പുല്ലാണിത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് ഉണങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഞാനിപ്പോൾ രാവിലെ തന്നെ ചെയ്തതാണത്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമ്മുടെ പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടാകും. നമ്മൾ ഇനി പറിച്ച് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂലെടുത്തിട്ട് അടിച്ചു വരാൻ മാത്രമേ വേണ്ടൂ നമ്മുടെ പറമ്പൊക്കെ. ഇനി ഞാൻ കാണിച്ച് തന്നിട്ടുള്ള സംഭവമാണിത്. ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം നല്ല രീതിയിൽ തന്നെ പുല്ല് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പുല്ലുണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ കൂടി തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എത്രയധികം സ്ഥലത്ത് ഇതുണ്ടോ അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഉടനെ